പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഇന്ത്യയിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. മോഹൻലാൽ ഇന്ന് 10:30 നമ്മളെയൊക്കെ കാണുന്നുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം. മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാലിനെ മോഹൻലാലാക്കിയത് ആരെന്ന ചോദ്യത്തിന് ലാൽ തന്നെ പറയുന്നുണ്ട്, ലാലിനോടൊപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത് വലയം, ചലച്ചിത്ര പ്രവർത്തകർ, സംവിധായകർ, സിബി മലയിലെ പോലെയുള്ള, പ്രിയദർശനെ പോലെയുള്ള, കമലിനെ പോലെയുള്ള ഒരുപാട് സംവിധായകരെ കുറിച്ച് മോഹൻലാൽ എപ്പോഴും പറയാറുണ്ട്. അതിൽ സിബി മലയിലിൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് നമ്മളെ വൈകാരികമായി ഏറെ ചിന്തിപ്പിക്കുകയും വൈകാരികമായി നമ്മളെ പ്രതികരിക്കാനും ഒക്കെ പ്രേരിപ്പിച്ച എത്രയോ സിനിമകളുണ്ട്. മോഹൻലാലിൻ്റെ പുരസ്കാര ലബ്ധിയിൽ മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയ ഒരുപാട് ചലച്ചിത്ര സംവിധായകരിൽ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകനാണ് നമ്മുടെ പ്രിയപ്പെട്ട സിബി മലയിൽ. സിബി മലയിൽ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം സിബി മലയിൽ. ഇന്ത്യയിലെ ഒരു ചലച്ചിത്ര പ്രവർത്തകന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് മോഹൻലാലിന് കിട്ടിയിരിക്കുന്നത്. പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, ലഫ്റ്റനന്റ് കേണൽ പദവി സൈനിക സേവനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി മോഹൻലാലിന് അവാർഡുകൾ കൊടുക്കാനില്ല അല്ലേ ഇന്ത്യയിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഒരു ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന എല്ലാ ബഹുമതികളും അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന പുരസ്കാരമാണ് ഇന്നലെ ഇന്ത്യയിലെ ഒരു ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് പുരസ്കാരം കൂടി. തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ നമ്മളെ തേടിയെത്തിയത്. അത് വ്യക്തിപരമായിട്ട് എനിക്കും ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്നൊരു വാർത്ത കൂടിയാണ്. കാരണം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ തുടക്കകാലം തൊട്ട്, ആദ്യ സിനിമ തൊട്ട് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിൻ്റെ ഓരോ ഘട്ടങ്ങളെയും അടുത്തു നിന്ന് കാണുവാനൊക്കെ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലയിൽ ഇത് എനിക്ക് വ്യക്തിപരമായിട്ടും വലിയ അഭിമാനവും ഒരുപക്ഷെ ഒരു അഹങ്കാരവും തോന്നിപ്പിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. സിബി മലയിൽ യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. അതിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ശില്പി എങ്ങനെയാണ് കളിമണ്ണിൽ നിന്നൊരു ശില്പമുണ്ടാക്കുന്നത് അതുപോലെയാണ് മോഹൻലാലിനെ സംവിധായകർ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അത് ആ സംവിധായകൻ്റെ കൂടി ഒരു ക്രാഫ്റ്റ് മോഹൻലാലിലുണ്ട്. ഒരു മോശം സംവിധായകനെ കയ്യിൽ കിട്ടിയാലും മോഹൻലാലിൻ്റെ ഗുണം കൊണ്ട് ഉറപ്പം അത് മെച്ചപ്പെട്ടു പോകുമെങ്കിലും അങ്ങൊക്കെ ആ മോഹൻലാലിനെ കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെയാണ്? ആ നടനിൽ കൈകാര്യം ചെയ്തിരുന്നത് മോഹൻലാൽ തന്നെ പറയാറുണ്ട്, എനിക്ക് അഭിനയമല്ലാതെ മറ്റൊന്നും അറിയില്ല. ഒരു ക്യാമറ വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യും, ക്യാമറ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ ചെയ്യുന്നത് പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാറുണ്ട് മോഹൻലാൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു അഭിനേതാവാണ് അദ്ദേഹം. നമ്മളെല്ലാവരും അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒരു ജന്മസിദ്ധമായ ഉപാസനയുള്ള ഒരു ബോൺ ആക്ടർ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഒരു ട്രെയിൻഡ് ആക്ടർ അല്ല. വളരെ സ്വാഭാവികമായിട്ടൊരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുകയാണ്. അതിൻ്റെ ഭാരങ്ങളൊന്നും ആ അഭിനയ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പോ പിമ്പോ അദ്ദേഹം ക്യാരി ചെയ്യുന്നില്ല. അത് അനായാസനെ ചെയ്യുന്നത് നമ്മൾ അത്ഭുതത്തോടെ അടുത്ത് നിന്ന് നോക്കിക്കാണാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ വലിയ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ അഭിനയ വിസ്മയങ്ങളെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ക്യാമറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളെന്ന നിലയിൽ ഒരുപാട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആ മുഹൂർത്തങ്ങളുടെ ഓർമ്മകൾ എനിക്ക് ഒരുപക്ഷെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞാൽ പോലും തീരാത്തത്ര ആ ഓർമ്മകളും അനുഭവങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടാവും. ഈ സിബി മലയിൽ ഇപ്പോൾ കിരീടം പോലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ കമലതളം പോലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, മോഹൻലാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ ഇപ്പോൾ സദയം പോലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, ആ സിനിമകളിലൊക്കെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അത്ഭുതപ്പെട്ടു പോയ വൗ എന്ന് പറഞ്ഞു പോകുന്ന ഒട്ടേറെ നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒന്ന് മോഹൻലാൽ എന്ന് കേൾക്കുമ്പോൾ അങ്ങയുടെ സംവിധായകൻ്റെ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നിമിഷം ഉണ്ടാവുമല്ലോ, അതേതായിരിക്കും? ഒരുപക്ഷെ ഇത് മറ്റാർക്കും അസാധ്യമാണെന്ന് തോന്നിയ സിബി മലയിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു സ്റ്റാൻഡേർഡിനും അപ്പുറത്തേക്ക് പോയ ഒരു പ്രകടനം. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഒന്നായിട്ട് മാത്രം എടുത്തു പറയാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹം എൻ്റെ തന്നെ സിനിമകളിൽ എൻ്റെ കൺമുൻപിൽ നൽകിയിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ എനിക്ക് സദയത്തിൽ എല്ലാവരും ഇപ്പോഴും വാഴ്ത്തി പറയുന്ന സദയത്തിലെ ആ കുട്ടികളെ കൊല്ലുന്ന ആ രംഗം, അത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ മറ്റൊരു നടനും അത്രമാത്രം
ഡീറ്റെയിൽഡായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ കിരീടത്തിൻ്റെ രണ്ടാം ഭാഗമായ ചെങ്കോലിൽ അദ്ദേഹം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഏറ്റവും മുറിവിനെ നോക്കിക്കൊണ്ട് ഇത് സേതുമാധവൻ്റെ കിരീടത്തിലെ തൂവലാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ എത്തിപ്പെട്ട ആ ദുരവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാൻ ഗുണ്ടയായി എനിക്കിനി ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു ദുരന്തത്തെ ഏറ്റെടുക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അതുപോലെ തന്നെ ഭരതത്തിലെ അവസാന രംഗത്തിൽ അദ്ദേഹം ഈ ഒരു എന്താണ് സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരിൽ നിന്നും ഒരു ക്രിമിനലായി മാറുന്ന ഒരു പരിണാമത്തെ അദ്ദേഹം അവതരിപ്പിച്ചത് എത്രമാത്രം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. ആ കിരിക്കാടനെ കൊന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ, പ്രത്യേകിച്ചും അച്ഛൻ വന്നിട്ട് കത്തി താഴെയിടുക എന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന ആ ഒരു അഭിനയങ്ങളൊക്കെ നമുക്ക്. അതേപോലെ തന്നെ ഇപ്പോഴും പുതിയ തലമുറ ഏറെ ആവേശത്തോടെ ആഘോഷിക്കുന്നതാണ് ദശരഥത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പ് വരെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാഴ്ത്തിപ്പാടലുകൾ നമ്മൾ കാണുന്നതാണ്. ഓരോ രംഗങ്ങളും നമ്മളെ വിസ്മയിപ്പിക്കുന്ന കമലദളത്തിലെ ഒരു മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു നടനും ഒരു പക്ഷേ കമലഹാസൻ ചെയ്തിട്ടുണ്ടാകും. മറ്റാരും ഇത്രമാത്രം മികവോടെ ഒരു നൃത്ത അധ്യാപകനെ അവതരിപ്പിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ആ സിനിമയിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. അത് കണ്ടിട്ടുള്ള വലിയ നൃത്ത പ്രാവീണ്യമുള്ള അനേകർ, കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയെ പോലുള്ളവരൊക്കെ അത്ഭുതത്തോടെ നോക്കി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾ ക്ലാസിക്കൽ നൃത്തം പഠിച്ച ആളാണെന്ന്. അത്രമാത്രം വിസ്മയിപ്പിക്കുന്നത്. താൻ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും അത് ഞാൻ തന്നെ, അദ്ദേഹം അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ഓരോ കഥാപാത്രങ്ങളെയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വിസ്മയങ്ങളുടെ അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് ഈ 45 വർഷക്കാലം അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ യാത്രയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഒരുപക്ഷെ ഇത് പലരും ചോദിക്കുന്നതായിട്ട് വാർത്തകളിലൊക്കെ കണ്ടു, ഇത് വൈകിപ്പോയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പറയേണ്ടത്. ഒരിക്കലും വൈകിട്ടില്ല. കാരണം ഇത് നേരത്തെ തന്നെ ലഭിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാധാരണയായിട്ട് ഫാൽക്കെ പുരസ്കാരത്തിലേക്ക് പരിഗണിക്കുമ്പോൾ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലാസബര്യ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു വിരമിക്കലിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നൽകപ്പെടുന്ന ഒരു ആദരവാണെങ്കിൽ മോഹൻലാലിന് മാത്രമാണ്, ഒരുപക്ഷെ ഇതിനു മുമ്പ് രജനീകാന്ത് ആയിരിക്കും, ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് അവരുടെ കരിയറിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു പുരസ്കാരം അവരെ തേടിയെത്തുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. ഒരാൾ അയാളുടെ കലാജീവിതം അവസാനിപ്പിച്ച ശേഷം കിട്ടുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. അദ്ദേഹം ആ രംഗത്ത് ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ തേടി ഇത്ര വലിയൊരു പുരസ്കാരം എത്തിച്ചേരുക എന്നുള്ളത് അത് അപൂർവമായ ഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്ക് മലയാളികൾക്ക് അഭിമാനപൂർവ്വം അഭിമാനപൂർവ്വം നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു വലിയ മുഹൂർത്തമാണത്. ശരിയാണ് CCB മലയിൽ. ഇപ്പോൾ നാഗേഷ് റാവുവിനാണ് തെക്കേ ഇന്ത്യയിൽ കിട്ടിയ ഒരു പുരസ്കാരം, പിന്നൊന്ന് നമ്മുടെ ശിവാജി ഗണേശന്, പിന്നെ ഒന്ന് രജനീകാന്തിന്, പിന്നെ നമ്മുടെ മോഹൻലാലിന്. അപ്പോൾ ഈ 5ഓളം പുരസ്കാരങ്ങളെ തെക്കേ ഇന്ത്യയിലേക്ക് തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ ഒന്ന് തെലുങ്കിലും ഒരു പുരസ്കാരം പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പം 55 തവണ പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ 2 പുരസ്കാരവും നമുക്കാണ് കിട്ടിയത്. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണന് കിട്ടി, അത് 2004 സംവിധായകൻ. പക്ഷെ ഒരു നടനെന്ന നിലയിൽ ആ പുരസ്കാരം പരിഗണിക്കുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ്. അത് തെക്കേ ഇന്ത്യയിലെ മാത്രമല്ല, മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നൊരു ഉണർവും അത് ദേശീയ സിനിമയിൽ അതിൻ്റെ അടയാളപ്പെടുത്തലും കൂടിയാണത്, അല്ലേ CCB മലയിൽ? തീർച്ചയായിട്ടും നമ്മൾ മറ്റു ഭാഷകളിലെ ചലച്ചിത്ര പ്രവർത്തകരായിട്ടൊക്കെ പങ്കുവെക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് മോഹൻലാലിനെ കുറിച്ചാണ്. ഹോളിവുഡിലെ തന്നെ ചലച്ചിത്ര പ്രവർത്തകർ, സംവിധായകർ, അല്ലെങ്കിൽ തമിഴിലെയും തെലുങ്കിലെ ആൾക്കാരെയൊക്കെ നമ്മൾ സംവദിക്കുമ്പോൾ അവരെല്ലാവരും അറിയേണ്ടത് എങ്ങനെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ നമ്മൾ ഇത്തരത്തിലുള്ള വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് അനുഭവിച്ചറിഞ്ഞതെന്നുള്ള ചോദ്യങ്ങളാണ് കേൾക്കുന്നത്. അത്രമാത്രം ഓരോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്ന ഓരോ പ്രേക്ഷകരെയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുമായിട്ട് തന്നെയാണ്. അവരുടെ ആ ശ്രേണിയിൽ തന്നെ അദ്ദേഹത്തിനും ഒരു ഇരിപ്പിടം എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. CCB മലയിൽ അങ്ങ് വിളിച്ചോ മോഹൻലാലിനെ പുരസ്കാരത്തിൻ്റെ നേട്ടം അറിഞ്ഞതിന് ശേഷം?
ഇന്നലെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. പക്ഷേ ഫോണുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, ഇന്നലത്തെ ദിവസം ഫോണുകൾക്ക് വിശ്രമം ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ ഒരു ടെലിവിഷൻ ഷോയുടെ ഭാഗമായിട്ട് ചെന്നൈയിലായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയായപ്പോൾ എന്നെ വിളിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല, ഞാനിപ്പോൾ എത്തി, ഞാൻ അമ്മയെ കണ്ട് വണ്ടിയിൽ കയറിയപ്പോൾ ആദ്യമായിട്ട് വിളിക്കുന്നത് ഞാൻ സിബിയാണ്. കാരണം ഇതിനൊക്കെ കാരണക്കാരായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ താങ്കൾ കൂടിയാണല്ലോ എന്ന് പറയുന്നൊരു സന്തോഷമാണ് പങ്കുവച്ചത്. അത്രമാത്രം അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ അനുസ്മരിക്കുന്നൊരു ഒരു അനുഭവം കൂടെ ഇന്ന് കാലത്തെ ലഭിക്കുകയുണ്ടായി. ഓക്കെ, സിബി മലയിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പുതിയ തലമുറയിലെ നടന്മാരാണെങ്കിലും മറ്റേത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊരു പാഠം കൂടി മോഹൻലാൽ പലപ്പോഴും കൊടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സിനിമാ സെറ്റിൽ വരുന്ന സമയത്ത് മോഹൻലാൽ എന്നൊരു സൂപ്പർ സ്റ്റാർ ഇല്ല എന്നുള്ളതാണ്. ഈ ഡയറക്ടേഴ്സ് ആക്ടർ എന്നൊക്കെ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു മനുഷ്യനാണ്. ആ പ്രൊഫഷനോടുള്ള 100% ഡെഡിക്കേഷൻ, അത് മോഹൻലാലിൽ നമുക്കെല്ലാം ഏത് മേഖലയിൽ പണിയെടുക്കുന്നവർക്കാണെങ്കിലും പഠിക്കാൻ പറ്റിയൊരു പാഠം കൂടിയാണ് അല്ലേ സിബി മലയിൽ? തീർച്ചയായിട്ടും അദ്ദേഹം ഇത്രമാത്രം കൃത്യതയോടെ അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആ സിനിമയിലെത്തിയ കാലം തൊട്ട് പറഞ്ഞാൽ കൃത്യസമയത്ത് 1 മിനിറ്റ് പോലും വൈകാതെ അദ്ദേഹം എത്തി. ഏതെങ്കിലും കാരണവശാൽ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ നമ്മളെ വിളിച്ച് പറയും, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് ചിലപ്പോൾ ലേറ്റ് ആയേക്കാം ട്രാഫിക്കിൽ. അല്ലാതെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഡിലേ ഒരിക്കലും ഒരു കാലത്തും അത് സിനിമയിൽ അഭിനയിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു പരിപാടികളിൽ എത്തുമ്പോഴാകട്ടെ അദ്ദേഹം നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന് വേണ്ടി ആരും കാത്തിരിക്കാൻ പാടില്ല എന്നുള്ള നിഷ്കർഷയുള്ള ആളാണ്. അഭിനയിക്കാൻ എത്തുമ്പോഴും കൃത്യതയോടെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടെത്തിക്കാനും അദ്ദേഹത്തിന് കഴിയും. എനിക്ക് തോന്നുന്നത് അദ്ദേഹം നമ്മളിപ്പോൾ എണ്ണം പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കിരീടത്തിലെ ആയാലും സതയത്തിലെ ആയാലും ഭരതത്തിലെയും അല്ലെങ്കിൽ ദശരഥത്തിലെയൊക്കെ, ഞാൻ എൻ്റെ സിനിമകൾ മാത്രം പറയുന്നത് എനിക്ക് അടുത്ത് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ്. ആ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 29-30 വയസ്സിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ഏത് അഭിനേതാവിനാണ് അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ ക്യാരി ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടാവുക? അഥവാ അവസരം ലഭിച്ചാൽ പോലും ഇത്ര മികവോടെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു നടനെ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത്രമാത്രം ഒരു 45 വർഷം കൊണ്ട് ഒരു മനുഷ്യ ആയുസ്സിൻ്റെ പകുതിയിലേറെയും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് മോഹൻലാൽ. താങ്ക് യു CCB മലയിൽ. താങ്കൾക്കൊപ്പം ഞങ്ങളും ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. താങ്ക് യു CCB മലയിൽ. മോഹൻലാലിനോടൊപ്പം ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ, ലാലിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. മോഹൻലാലിനെ തൊട്ടടുത്തറിയാവുന്ന സംവിധായകൻ. ഒരു സഹോദരനെ പോലെ ആ സന്തോഷം അദ്ദേഹവും പങ്കിടുന്നു. അമ്മ കഴിഞ്ഞാൽ ആദ്യം സിബി മലയിലെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ എത്രത്തോളം വലിയ പ്രാധാന്യം സിബിക്ക് കൊടുക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ.